നമുക്കൊരു ക്യാമറ പ്രൊജക്ഷൻ നോക്കാമേ. ഇപ്പോൾ ഞാനൊരു ഫയൽ ഇതിൻ്റെ അകത്തോട്ട് റീഡ് ചെയ്തിട്ട് നമുക്കൊരു PSD ഫയൽ എടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു PSD ഫയൽ എടുത്ത് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു PSD ഫയലാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ബ്രേക്ക് ഡൗൺ ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ബ്രേക്ക് ഡൗൺ ലേയേഴ്സ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ നിന്നും ചെയ്തിരിക്കുന്ന ആ ഫയലുകൾ കംപ്ലീറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നോക്കിയേ, ഓരോന്നായിട്ട് എന്താണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നതെന്ന് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു സംഭവമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഈ മെർജിൽ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് വീണ്ടും ഈ മെർജിൽ കണക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഇത് വരും. പിന്നെ അടുത്ത മെർജിൽ കണക്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ അടുത്തത് വരും. അങ്ങനെ ഓരോന്നായിട്ടാണ് മെർജ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഫൈനൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് പിന്നെ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. തന്നെ ഇത് നമുക്ക് നോക്കാമല്ലോ അല്ലേ? ഫൈനൽ ഔട്ട്പുട്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഷഫിൾ എന്നൊരു സംഭവം നമുക്ക് ക്രോപ്പ് ഷഫിൾ അങ്ങനെയുള്ള കാര്യം ഇതുണ്ട്. ഈ ഷഫിൾ ഇത് നമുക്ക് വേണ്ട. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ. ഈ ക്രോപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഈ ഷഫിൾ 2 ഉണ്ടല്ലോ, ഇത് നമുക്ക് വേണം അല്ലേ? ഷഫിൾ 2 നമുക്ക് വേണം. അതിൻ്റെ അകത്ത് ക്രോപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ മെർജ് വേണ്ട, മെർജിൻ്റെ അടുത്ത് കളയാം. പകരം ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഈ മെർജ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഡിലീറ്റ് എല്ലാം ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഈ ഒരു ഷഫിളിൻ്റെ അകത്ത് നമുക്ക് ഒരു കാർഡ് ഇടാം. CARD കാർഡ്, സോറി കളർ കറക്ഷൻ ആയിപ്പോയി. കാർഡ് ആഡ് ചെയ്യാം. CARD കാർഡ് ഡ്രാഗ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പം നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ആ ഒരു കാർഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? കാർഡ്. ഓക്കെ, ഈ ഷഫിൾ ഇല്ലെങ്കിലോ മൊത്തം കാണാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഇടുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ഷഫിൾ വരുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഷഫിൾ കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രീമൾട്ട് ഇട്ട് നോക്കാം. ഓക്കെ, പ്രീമൾട്ട് ഇട്ടിട്ടും കാര്യമില്ല. കാരണം ആ ഒരു ഏരിയക്കകത്ത് ഇതാ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രീമൾട്ട് ഇട്ട് നോക്കാം. പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ നമുക്കൊരു കാർഡ് തന്നെ ഇവിടെ ഇങ്ങനെ അടുക്കി വയ്ക്കാം. അടുത്തത് ഈ ക്രോപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കാർഡ് ഇട്ട് കഴിഞ്ഞാൽ, ഷഫിൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് കട്ടാവുള്ളൂ. അപ്പോൾ ഷഫിളിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ RGB കണ്ടോ, RGB അതിൻ്റെ അകത്ത് ഓൾറെഡി കണക്റ്റഡ് ആണ്. RGB കണ്ടല്ലോ, RGB അതിൻ്റെ അകത്ത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും കിട്ടുന്നുണ്ട് കേട്ടോ. ഓരോ സെപ്പറേറ്റ് സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് അല്ല ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ എനിക്ക് ഈ കാർഡിൻ്റെ അകത്ത് ഇത് മതി. അടുത്ത എടുക്കുക. ഇതൊരു സെപ്പറേറ്റ് പീസായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തു കഴിയുമ്പോൾ കണ്ടോ, ഇത്രയും സംഭവങ്ങൾ 1 2. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്താലും വലിയ പ്രോബ്ലം വരുന്നില്ല. കാരണം ഈ ഷഫിളിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നോക്കിയേ, കണ്ടോ, ഷഫിളിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഷഫിളിനെ കോപ്പി ചെയ്ത് Ctrl+C Ctrl+V അടിച്ചിട്ട് ഇതിലങ്ങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഏത് വേണം അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഒരു കാർഡ് ഇടുക, CARD കാർഡ്. ആ കാർഡിന് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഈ സംഭവം വരും. മനസ്സിലായ സംഭവം? നമ്മൾ മെർജ് ചെയ്തിട്ടില്ല. മെർജ് ചെയ്താലേ എല്ലാം കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓരോന്നേ കാണാൻ പറ്റുള്ളൂ. അടുത്തത് ഈ ഷഫിളിനെ കോപ്പി ചെയ്യുക, Ctrl+C Ctrl+V. എന്നിട്ട് ഞാൻ ഇതിനെ ഡിസ്കണക്ട് ചെയ്തു. ഇതിന് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അടുത്ത ഏതാ ഉള്ളത്? ഇതിൽ കണക്ട് ചെയ്യുക. ഇതാണ് അടുത്തുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ വീണ്ടും ഒരു കാർഡിലിട്ട് കണക്ട് ചെയ്യുന്നു. ഇതൊരു സെപ്പറേറ്റ് പീസ്. ഓക്കെ, അടുത്തത് വീണ്ടും നമ്മൾ ഈ ഷഫിളിനെ Ctrl+C Ctrl+V അടിക്കുന്നു. ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു.
പിന്നെ നമുക്ക് അടുത്ത വേറെ എന്താ ഉള്ളതെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാം. ഇതാണുള്ളത്. സോ അത് ഒരു കാർഡിൽ കണക്ട് ചെയ്യുക. ഡ്രാഗ് ചെയ്താലും ഇടുന്നു. കണ്ടോ? സംഭവം മനസ്സിലായോ? ഞാൻ ഇതിൽ കണക്ട് ചെയ്യുന്നു. വീണ്ടും അടുത്തൊരു ഷഫിൾ ഇടുക. കൺട്രോൾ വി അതിന് ഇതിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഒബ്ജക്ട്സ് നമുക്കുണ്ട് അതെല്ലാം നമുക്ക് ഷഫിൾ വെച്ച് പിടിക്കാൻ പറ്റും. ഇത് വേണ്ട, അപ്പോൾ ഇത്രയും മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാം കൂടെ നമുക്ക് മെർജ് ചെയ്യണം. മെർജ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു സ്കാൻ ലൈൻ റെൻഡർ അല്ലേ? സ്കാൻ ലൈൻ റെൻഡർ. ഓക്കെ, ദെൻ ഒരു ക്യാമറ. ഓക്കെ, ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു സീൻ. ഒരു സീൻ ഇവിടെ കണക്ട് ചെയ്തു. ക്യാം ടു ക്യാം, ക്യാമറ ടു ക്യാമറ, സീൻ ടു സീൻ. അപ്പോൾ സീനാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. എല്ലാ കാർഡിനെയും കൂടെ പിടിച്ച് എന്ത് ചെയ്യുക? നമ്മൾ സീനിൽ കണക്ട് ചെയ്യുക. കണ്ടോ? ഓക്കെ, എന്നിട്ട് സീനിനെ പിടിച്ച് ഒബ്ജക്റ്റിൽ കണക്ട് ചെയ്യുക. വ്യൂവറിനെ പിടിച്ച് വ്യൂവറിൽ കണക്ട് ചെയ്യുക. ഇനി നമ്മൾ ടാബ് അടിച്ച് നോക്കിക്കഴിയുമ്പോൾ ഇതാണ്ടോ എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഓരോന്നും ഓരോ പീസ് ബൈ പീസ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഏത് നിങ്ങൾക്ക് എവിടെയാണ് വെക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അലൈൻ ചെയ്യാം. പക്ഷേ എനിക്ക് ഒറിജിനലിൽ നോക്കുമ്പോൾ അതാ കണ്ടോ പതുക്കെയാണ് കണ്ടു തുടങ്ങുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിനെ റീഫോർമാറ്റ് ചെയ്യാം. റീഫോർമാറ്റിൻ്റെ അകത്ത് 1080 ആക്കുക. ഓക്കെ, എന്നിട്ട് ക്യാമറയെ സ്വല്പം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. സെലക്ട് ചെയ്തിട്ട് ക്യാമറയെ നിങ്ങൾ എങ്ങനെ മൂവ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മളെ കൺട്രോളിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇതിനെ സ്വല്പം കൂടെ മൂവ് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. ഓക്കെ, സ്വല്പം കൂടെ മുകളിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ മുകളിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. യൂണിഫോം സ്കെയിൽ. എന്നിട്ട് അത് പിടിച്ച് ഞാൻ താഴേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിനെന്താക്കുക? എസ് അടിക്കുക. ഇതിനെ നമ്മൾ എന്താക്കുക? 1080. കണ്ടോ? ഇനി നമ്മൾ വീണ്ടും സ്വല്പം കൂടെ സ്കെയിൽ വാല്യൂ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എസ് അടിച്ചിട്ട് നമ്മൾ സ്കെയിൽ വാല്യൂ നമ്മൾ മാറ്റിയല്ലോ. 1080 തന്നെയാണ്. സ്കെയിൽ യൂണിഫോം സ്കെയിൽ 1 തന്നെ ആക്കാമേ. എന്നിട്ട് നമുക്ക് ടാബ് അടിച്ച് ഒന്നും കൂടെ നോക്കാം. മൂവ് ചെയ്യാം. സ്വല്പം കൂടെ മുകളിലേക്ക് മൂവ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ടാബ് അടിക്കുക. ഇനി ഇതിനകത്ത് 2 ഒബ്ജക്ട്സ് ഉണ്ട്. ഓരോ ഒബ്ജക്ട്സിനെ നമുക്ക് ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ പേര് കാർഡ് 4 ആണ്. അവിടെ വേണമെങ്കിൽ ഒരു പ്രീമൾട്ട് കൊടുത്തു നോക്കാം. കണ്ടോ? അപ്പോൾ ഒരു വട്ടമായി കാണുന്നുണ്ടോ? അതേപോലെ ഇതിൻ്റെ അകത്തും ഒരു പ്രീമൾട്ട് കൊടുത്തു നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടും. ഇതിൽ തന്നെയാണ് ആദ്യം ചെക്ക് ചെയ്യുക ഏതാണ് ആ ഒബ്ജക്റ്റ് എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യുക. ഇത് ഏതാണ് ആ ഒബ്ജക്റ്റ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു പ്രീമൾട്ട് കൊടുക്കുക. പ്രീമൾട്ട്. ഓക്കെ, എന്നിട്ട് ആ ഒരു കാർഡിനെ വലിച്ച് നമുക്ക് ഏത് പ്ലേസിലാണ് കൊണ്ടുവയ്ക്കേണ്ടത് ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കുക. സ്വല്പം കൂടെ മൂവ് ചെയ്തു. ഇനി ഈ ഒബ്ജക്റ്റ് ഇതിനെ സെലക്ട് ചെയ്യുക, ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കുക. മൂവ് ചെയ്തു. സ്വല്പം കൂടെ മൂവ് ചെയ്തു. ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് സ്വല്പം കൂടെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ദൂരോട്ട് പോട്ടെ, മാക്സിമം ദൂരോട്ട് പോട്ടെ, കുഴപ്പമില്ല. സ്കെയിൽ ചെയ്യാം. കാർഡിനെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കാം. ഇതിനെ സെലക്ട് ചെയ്യുക. ഈ കാർഡിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് പോകരുത്. ഇതുണ്ട്, ക്യാമറയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. കറക്റ്റ് ക്യാമറയുടെ അകത്തിരിക്കണം. ഓക്കെ, അതും ഇതുപോലെയാണ്. സെലക്ട് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാം. ഇവിടെ ഈ കാർഡിൽ കണ്ടോ, കാർഡ് റീനെയിം ചെയ്യാം. ഫസ്റ്റ് ബി ജി. ഓക്കെ, നെക്സ്റ്റ് കാർഡ് എന്താണ്?
ഞാൻ റൗണ്ട് എന്ന് റീനെയിം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെ എവിടെയൊക്കെ വെക്കണം എന്നുള്ള കാര്യം. ഇതിന് സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. ഇതിന് നമുക്ക് മൂവ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്യാമറ ഒന്ന് ട്വീക്ക് ചെയ്ത് നോക്കാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റൗണ്ടിന് ഇവിടെ ഞാൻ ഒരു പ്രീ മെൾട്ടും കൂടെ കൊടുക്കുകയാണ്, പ്രീ മെൾട്ട്. ഓക്കെ, അപ്പോൾ അത് ശരിയായി. ഓക്കെ, ഇനി ഇതിനെ സെലക്ട് ചെയ്തിട്ട് കാർഡിന് സ്വല്പം ഒന്ന് അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിനെവിടെയും ഈ കാർഡിന് കാർഡ് 3യെ മൂവ് ചെയ്തിട്ട് കാർഡ് 4 മൂവ് ചെയ്യുക. കാർഡ് 3 നോക്കുക ഏതാണ് ആ കാർഡ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഏതാണ് ആ കാർഡ്, ആ ഒരു കാർഡിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്. എനിക്ക് തോന്നുന്നു ക്യാമറയുടെ പുറത്താണ് പോയിരിക്കുന്നത്, കണ്ടോ, ക്യാമറയുടെ പുറത്താണ്. അപ്പോൾ എല്ലാം ക്യാമറയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കണം, എന്നാലേ ആ ഒരു ഫീൽ വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അനിമേറ്റ് ചെയ്യാമല്ലോ അല്ലേ, അനിമേറ്റ് ചെയ്യാം. സോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് BG സെലക്ട് ചെയ്യുക. BGയെ സ്വല്പം കൊണ്ടൊന്ന് വലുതാക്കാം നമുക്ക്. BGയെ സ്കെയിൽ ചെയ്തിട്ട് BG സ്വല്പം കൂടെ സ്കെയിൽ ചെയ്യാം. ഇതല്ല. ഓക്കെ, ഇനി സ്വല്പം കൂടെ താഴ്ത്താം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇത് കിട്ടിയല്ലോ. ഇനി നമുക്ക് മൂവ് ചെയ്യേണ്ട ഒബ്ജക്ട്സിൻ്റെ എല്ലാം നമുക്ക് പല പല ഭാഗത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇതൊരിടത്ത്, ഇത് വേറെ സ്ഥലത്ത്. ഇതിനാണെങ്കിൽ സ്വല്പം ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യാം, വളരെ മൈന്യൂട്ടായിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യാം. ഓക്കെ, ഒന്ന് ഡൗൺ ചെയ്യണമെങ്കിൽ ഡൗൺ ചെയ്യാം, സ്വല്പം കൂടെ മൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ്, ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ഒബ്ജക്റ്റിനെ സ്വല്പം കൂടെ ഒന്ന് ഔട്ട് ചെയ്യാം. ഓക്കെ, സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ക്യാമറ വെച്ചിട്ട് അനിമേറ്റ് ചെയ്യാം. ഇതൊരു ക്യാമറ കേട്ടോ. ഇനി നമ്മുടെ ക്യാമറ ആ ക്യാമറയെ പിടിച്ചിട്ട് ഈ ക്യാമറ സീനിലിരുന്നോട്ടെ. ഇത് നമ്മുടെ ക്യാമറ. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആ ക്യാമറയുടെ ആവശ്യമില്ല. ഓക്കെ, ഈ ക്യാമറ ഇട്ട് തന്നെ അനിമേറ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഒറ്റ ക്യാമറയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിട്ട് തന്നെ അനിമേറ്റ് ചെയ്താൽ മതി. ക്യാമറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുക, പൊസിഷൻ കീ ഫ്രെയിം കൊടുക്കുക. എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യേണ്ടത്, പൊസിഷൻ എങ്ങോട്ടാ, ഇതല്ലേ C അല്ലേ. അപ്പോൾ C ആക്സിസിൽ സെറ്റ് കീ ഫ്രെയിം കൊടുക്കുന്നു. ജസ്റ്റ് ഞാൻ ക്യാമറയെ നല്ലവണ്ണം പുറകിലേക്ക് വലിക്കുന്നു. സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അനിമേഷൻ ചെയ്യാം. ഇവിടെ നിന്ന് മൂവ് ചെയ്ത് പതുക്കെ ഒരു 60ാമത്തെ ഫ്രെയിം ആകുമ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ സംഭവം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് അനിമേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രൊജക്ഷൻ കിട്ടും. ഒരാൾ നടന്നു പോകുന്നൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിടികിട്ടിയ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ന്യൂക്കിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവരുന്ന കട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോട്ടോഷോപ്പിൽ കട്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്യുക, ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അനിമേറ്റ് ചെയ്ത് വിടാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിനി എന്തൊക്കെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക അതെല്ലാം നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. ഈ പ്രീ മെൾട്ടിലിരുന്ന് D അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇത് ഏതാണെന്നുള്ള കാര്യം. ഓക്കെ, ഇത് ഇത്രയും ഈ ഒരു പാർട്ട്, ഇത് ഈ ഒരു പാർട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് D അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു പാർട്ട്, ഇത് D അടിച്ചു കഴിഞ്ഞാൽ ഇത് വേറൊരു പാർട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഷഫളിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ Ctrl+C Ctrl+V അടിക്കുക. ഷഫളിനെ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കളയുക. ഷഫളിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു കാർഡിലിടുക. ആ കാർഡിനെ പിടിച്ച് സീനിൽ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഷഫളിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒബ്ജക്ട്സ്, വേറെ ഏതെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ, ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇതിൻ്റെ അകത്ത്, കണ്ടോ, അത് നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെയും ഞാനൊരു പ്രീ മെൾട്ട് കൊടുത്ത് കട്ട് ചെയ്തു. പ്രീ മെൾട്ട് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യുക. എന്തൊക്കെ എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളൊരു ഓർമ്മ കറക്റ്റ് ഉണ്ടായിരിക്കണം, എന്നാലേ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളത്.
ഓക്കെ. അപ്പോൾ ഇത് ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന പൊസിഷൻ കണ്ടോ ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ അതിനെ മൂവ് ചെയ്തിട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതാ ഓക്കെ. മൂവ് ചെയ്തിട്ട് ഇത് താഴെയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വെച്ച് കൊടുക്കുക. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം സ്കെയിൽ ചെയ്ത് കൊടുക്കുക. കാർഡ് സെലക്ട് ചെയ്യുന്നു, സ്കെയിൽ ചെയ്ത് കൊടുക്കുന്നു, മൂവ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് അൺമൾട്ടുണ്ട്, അൺമൾട്ടും കൂടെ കൊടുത്തു നോക്കാം. ഇല്ല, അത് കട്ടാവുന്നില്ല. BG പ്രീ മൾട്ടിൽ ആ ബാക്ക്ഗ്രൗണ്ട് കട്ടാവുന്നില്ല. പ്രീ മൾട്ട് ഇല്ല, പ്രീ മൾട്ടിൽ കട്ടാവുന്നില്ല. കുഴപ്പമില്ല. അത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് റെൻഡേർഡ് ഉണ്ട് കണ്ടോ. സോളിഡ് പ്ലസ് വയർ ഫ്രെയിം ഉണ്ട്, വയർ ഫ്രെയിം മാത്രമുണ്ട്, ഓഫ് ഉണ്ട്, ടെക്സ്റ്റേർഡ് പ്ലസ് വയർ ഫ്രെയിം ഉണ്ട്, ടെക്സ്റ്റേർഡ് ഉണ്ട്. ഓക്കെ. അതേപോലെ ഇതിനകത്ത് റിസീവ് ഷാഡോ ഉണ്ട്, ഇമേജ് ആസ്പെക്ട് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാം, ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഫോക്കൽ ലെങ്ത് എത്രത്തോളം ഫോക്കൽ ലെങ്തിലോട്ട് പോകണം. കണ്ടോ കണ്ടോ, നമുക്ക് ഫോക്കൽ ലെങ്തും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ഫോക്കൽ ലെങ്തിൽ പോകണം അത്രത്തോളം ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ഒരു നിവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിപാടിയുണ്ട്. ഇതിനെ നേരെ എടുക്കുക, വണ്ണടിക്കുക. എന്താണ് പരിപാടി? ഒരു റോട്ടോ അടിച്ചു കൊടുക്കുക. റോട്ടോ അടിക്കുക. റോട്ടോ ബെസേ ടൂൾ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇതാ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഫോട്ടോഷോപ്പിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഫോട്ടോഷോപ്പിൽ നിന്ന് കട്ട് ചെയ്തപ്പോൾ ഉള്ള എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ആയിരിക്കാം. ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്തു, ഫുള്ളായിട്ട് സെലക്ട് ചെയ്തു, എല്ലാം സെലക്ട് ചെയ്തു. അതിൻ്റെ അത് ചെറിയ ഒരു എന്ത് കൊടുക്കാം, ഫെദർ കൊടുക്കാം. സെലക്ട് ഫെദർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് ഫെദർ ചെറുതായിട്ടൊന്ന് ഫെദർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നൺ പ്രീ മൾട്ടിപ്ലൈ RGB ആൽഫ അത് സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് എടുത്തിട്ട് അതിനെ ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുക. കട്ടായില്ലേ? Q അടിച്ചു കഴിഞ്ഞാൽ സംഭവം കട്ടായി. ഇനി നിങ്ങൾ നോക്കിയേ, സോറി, ഇവിടെ സെലക്ട് ചെയ്തിട്ട് 1 അടിച്ച് നോക്കിയേ, എല്ലാം സെറ്റായല്ലോ. ഓക്കെ. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് അവിടെ തന്നെ ഇരിക്കും. ഓക്കെ. ആ മുകളിലത്തെ ആൽഫയ്ക്കകത്ത് ചെറിയൊരു വര കിടക്കുന്നുണ്ടോ? അപ്പോൾ അതെന്തോ ജസ്റ്റ് പ്രോപ്പറായിട്ട് കട്ടായിട്ടില്ലേ, അവിടെ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കണ്ടോ, ഇതുണ്ടോ? അതിനെ പിടിച്ച് സ്വല്പം താഴേക്ക് വലിക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് വലിക്കുക. കണ്ടോ, അത് മുകളിലാണ് കിടക്കുന്നത്. ആൽഫ അടിച്ചപ്പം തിരിച്ച് കട്ട് ചെയ്യണമായിരുന്നു, ഞാനത് കട്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഓക്കെ. ആ ഒരു ബേസിക് പരിപാടി മനസ്സിലായല്ലോ എന്താണെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോ വേണമെങ്കിൽ ഗ്ലോ എടുക്കാം, എന്ത് സംഭവം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അനിമേറ്റ് ചെയ്ത് വിടാം. ഓക്കെ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലോ എടുത്ത് നോക്കാം. ഇത് റൗണ്ട്. ഓക്കെ, റൗണ്ടിനൊരു ഗ്ലോ എടുത്തേ, ഗ്ലോ. ഓക്കെ. ഏത് ടൈപ്പ് ഓഫ് ഗ്ലോ വേണമെങ്കിലും നമുക്ക് റൗണ്ടിന് കൊടുക്കാം. ഗ്ലോ ഇപ്പം ഞാൻ മാസ്റ്റർ ലെയറിലും അല്ലെങ്കിൽ സാധാരണ ഗ്ലോ എടുത്താലും കുഴപ്പമില്ല. ഓക്കെ. ഗ്ലോയിന് ഞാൻ സ്വല്പം ഒന്ന് സൈസും കാര്യങ്ങളൊക്കെ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ആ ഒരു വര കിടക്കുന്നതുകൊണ്ടാണ് ആ ഗ്ലോ അതിൽ പിടിക്കുന്നത്. വര നമുക്ക് എടുത്ത് മാറ്റാം. കേട്ടോ, ബാക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അനിമേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഒബ്ജക്ട്സിനും കൂടെ അങ്ങ് അനിമേറ്റ് ചെയ്ത് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി. ആ ഗ്ലോ ഞാൻ ഒന്നും കൂടെ എടുത്ത് കളയട്ടെ. ഗ്ലോ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ. ആ ഒരു റോട്ടോയുടെ പ്രശ്നമാണ്, റോട്ടോ ഇട്ടപ്പോൾ ഉള്ള പ്രശ്നമാണ്. റോട്ടോ സെലക്ട് ചെയ്യുക. കണ്ടോ, ഇതിന് മൂവ് ചെയ്തങ്ങ് മാറ്റിയാൽ മതി. കണ്ടോ, പോയല്ലോ. വീണ്ടും സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കളഞ്ഞാൽ മതി. അത്
കേട്ടോ. ഇതിൻ്റെ പ്രശ്നമാണ്, അതങ്ങ് മൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ക്യൂ അടിച്ച് കഴിയുമ്പോൾ ഇതാ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒബ്ജക്ട്സ് ഒക്കെ കറക്റ്റായിട്ട് അവിടെ സ്റ്റിക്ക് ഓൺ ആയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ സംഭവം പിടികിട്ടി എന്താണെന്ന്? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യും? നമുക്ക് ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ഗ്രീൻ സ്ക്രീനിൻ്റെ അടുത്ത് അവിടെ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് ആഡ് ചെയ്യാൻ പറ്റും. സംഭവം പിടികിട്ടി എന്താണെന്ന്? അപ്പോൾ ഇതുപോലെ 3D പ്രൊജക്ഷൻ കൂടെ ചെയ്യുക. ഒരു പാലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മായയ്ക്കകത്തൊരു പാലം ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുവഴി നടന്നു പോവുക. ഒരു ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകൾ വഴി നടന്നു പോവുക. ഗ്രീൻ മാറ്റ് ഇട്ട് എന്നിട്ട് നിങ്ങളുടെ തന്നെ ആ പാലത്തിൻ്റെ മുകളിലെടുത്ത് വയ്ക്കുക. കാർഡ് ഒരെണ്ണം, നിങ്ങൾ നടന്നു പോകണ ഒരെണ്ണം എടുത്ത് ഡയറക്റ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. കാർഡ് ആയതുകൊണ്ട് അനങ്ങൂല, നമ്മുടെ ക്യാമറയാണ് അതുകൊണ്ട് അനങ്ങൂല. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ അതുവഴി നടന്നു പോകുന്നൊരു സംഭവം കൂടെ കിട്ടും. അതേപോലെ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുക. മനസ്സിലായ എങ്ങനെയാണെന്ന്? ഒറ്റ ക്ലിക്കിൽ സംഭവം കഴിയും. ഏതാണ്? ബ്രേക്ക് ലെയേഴ്സ്. അപ്പോൾ ഞാൻ വേറൊരു സംഭവം നമ്മൾ ഫോട്ടോഷോപ്പിൽ സ്റ്റുഡൻസ് ചെയ്തിരിക്കുന്ന വേറൊരു സംഭവം ഞാൻ എടുത്ത് കാണിച്ചു തരാമേ. ഇതേപോലത്തെ സംഭവം തന്നെ നമ്മൾ ആഫ്റ്ററിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇത് സംഭവം, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഒരു ബിയർ PSD ഇത് നടക്കുന്നു. ഇപ്പോൾ Ctrl+C അടിച്ചിട്ട് Ctrl+V ഓപ്പൺ ചെയ്ത് നോക്കുകയാണേ. ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്തതേ ഉള്ളൂ. ഇതൊരു ഫൈൻ ചെയ്ത വർക്കാണ്. ഇത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? ഇതിൻ്റെ അകത്ത് കണ്ടോ ബ്രേക്കൗട്ട് ലെയേഴ്സ്, ഒറ്റ ക്ലിക്ക് സംഭവം എല്ലാം കട്ടായി. നോക്കിയേ, ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നിൽ ആദ്യത്തേൽ ഒന്ന് കാണത്തില്ല, രണ്ടാമത്തേൽ തൊട്ട് നമുക്ക് കാണാം. 2 കണ്ടോ, 3 4 ചിലതിലൊക്കെ പ്രീമൾട്ടൊക്കെ അടിച്ചാലേ കാണുള്ളൂ കേട്ടോ. ചിലതിൽ ഉണ്ടോ, അതിൻ്റെ അകത്ത് ഒരുപാട് ലെയറുണ്ട് ഉണ്ടോ, ഒരുപാട് ലേയേഴ്സ് ഉണ്ട് കേട്ടോ. ചിലതെല്ലാം നമ്മൾ ട്യൂക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിതിലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് മീൻസ് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റും. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും. നോക്കിയേ, ബാക്ക്ഗ്രൗണ്ട് കോപ്പി, ഗ്രൂപ്പിൻ്റെ കോപ്പി, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ലെയർ, റെക്റ്റാങ്കിൾ കോപ്പി, ഏതാണ്